എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഇതേ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഏത് വർഷത്തെ വണ്ടിയാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ഈ വണ്ടിക്കായെന്നുള്ളതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കൂടാതെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. ഷിജിൻ നമ്മുടെ കൂടെ എല്ലാം പറഞ്ഞു തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ തുടങ്ങിയല്ലോ ഷിജിനെ? ഓക്കെ. അപ്പോൾ ഏത് വർഷത്തെ വണ്ടിയാണിത്? ഇത് 89 മോഡൽ, 1989 മോഡൽ. അപ്പോൾ നമ്മളെക്കാളും മൂത്ത ആളാണ് എന്തായാലും ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് 350. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് റീസ്റ്റോർ അല്ലേ? ഫുള്ള് വണ്ടി ഡിസ്മാൻഡിൽ ചെയ്തു. ഫുള്ള് പെയിന്റിങ്, പ്ലേറ്റിംഗ്, ബഫിംഗ്, എഞ്ചിൻ വർക്ക് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ഏത് കളറായിരുന്നു? അപ്പോൾ ഇതിന് മുന്നേ ഇത് ബ്ലാക്ക് ആയിരുന്നു. ഈ കളർ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതാണ്. ഓക്കെ. ഈ കളറിന്റെ പേര് അറിയാവോ? കളറിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അല്ല, പലരും നമ്മുടെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വണ്ടിയുടെ നമ്മുടെ ബ്ലൂ കളർ വേണം ചെയ്തില്ലായിരുന്നു, അതിന്റെ കളർ കോഡ് പറയാവോ എന്ന് ചോദിച്ചു. കളർ കോഡ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരും വണ്ടി കൊണ്ട് തരുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് ഇപ്പോൾ പഴയ പോലെയല്ല, സോഷ്യൽ മീഡിയയിൽ സജീവമായുണ്ട്. അവർ കാണുന്ന റീൽസിൽ നിന്നും വീഡിയോസിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കളർ കാണിക്കുന്നത്. ഇത് ഓരോ ഫോണിലും ഓരോ രീതിയിലോട്ടാണ് ഷെയ്ഡ് വരുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ പെയിന്ററിനെ കാണിച്ച ഒരു ഷെയ്ഡ് ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി. ബ്ലൂ ആണെങ്കിൽ പോലും റെഡ് ആണെങ്കിൽ പോലും പല ഷെയ്ഡസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ നാട്ടിലുള്ള കസ്റ്റമേഴ്സിന് അവർ വഴി തന്നെ കളർ സെലക്ട് ചെയ്യിപ്പിച്ചിട്ട് പുള്ളി എടുത്ത് പെയിന്റ് ചെയ്യുന്നു. അതാണ് മാക്സിമം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് അതുകൊണ്ട് കളറിന്റെ പേര് അറിയത്തില്ല. പിന്നെ ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത്. ഇതൊരു ബ്രൗൺ അല്ലേ? ഒരു ബ്രൗൺ കളറാണ്. ഒരു ബ്രൗൺ കളർ. അടുത്ത വണ്ടി ഒരു ബ്ലൂ കളറാണ്, പഴയ മോഡൽ വണ്ടി. അത് കൊട്ടിയത്തെ വണ്ടിയാണ്, പുള്ളി പുറത്താണ്. അതിന് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഡാർക്ക് ബ്ലൂ ആണ്. അതും ചെയ്ത വണ്ടിയല്ല, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് കളർ. അതിന്റെ പേര് അപ്പം പറയാം. അതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വെറൈറ്റി കളർ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ. കുറേ പേര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനാണ് കാണുന്നത്. ഉറപ്പായിട്ട് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും പെയിന്റിന് ഇപ്പോൾ എത്ര രൂപ? പെയിന്റിങ് 14,000. നല്ലൊരു വ്യത്യാസവും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ പെയിന്റിങ് പൊതുവെ എല്ലാവരും പല പല കമന്റ്സ് വരും, അതിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് പാർട്സ് എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത്? പാർട്സ് ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് പുതിയതാണ്, സൈലൻസർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക് ഷൂ, 2 ബ്രേക്ക് ഷൂ, പിന്നെ ഹാൻഡില്, 2 സ്വിച്ച് സെറ്റ്, ലോക്ക് സെറ്റ്, ആംബിയർ മീറ്റർ, ലിവേഴ്സ്, യോക്ക്, ത്രോട്ടില്, പിന്നെ നമ്മൾ ഡെൽക്കോ പോയിന്റ്, പിന്നെ 4 ഇൻഡിക്കേറ്റേഴ്സ്, ഷോക്ക് അബ്സർ, പിന്നെ അതായത് വണ്ടി ഒരുവിധം എല്ലാ സാധനങ്ങളും. അതല്ല നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ചിലര് നമ്മളെ വീഡിയോ കണ്ടിട്ട് കാണുന്ന ചില ആൾക്കാർ 30,000 രൂപയ്ക്ക് ടെസ്റ്റ് പണിതു, 20,000 രൂപയ്ക്ക് ടെസ്റ്റ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഫോട്ടോ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു കുറ്റം പറയുന്നതല്ല. റീടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് പെയിന്റിങ് പോളിഷ് ചെയ്തൊക്കെ വണ്ടി പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് അത്ര പൈസയാവുള്ളൂ. റീടെസ്റ്റ് വർക്ക് വേറെ, റീസ്റ്റോറേഷൻ വേറെ. അതെ, റീസ്റ്റോറേഷൻ ആകുമ്പോഴത്തേക്ക് പക്ക വണ്ടി പുതിയ രീതി പക്ക നമ്മൾ ഫുള്ള് പൊളിച്ച് എന്തൊക്കെ സാധനങ്ങൾ മാറണോ അതെല്ലാം മാറി ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എങ്ങനെ ഇറക്കുന്നു അതുപോലെ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ട്. പിന്നെ നമ്മുടെ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോയിലും വരുന്ന ഒരു സ്ഥിരമായിട്ടുള്ള കമന്റാണ് ഇതിനേക്കാളും പുതിയ വണ്ടി മേടിച്ചുവിടാന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പറയുന്നില്ല, ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അതിൻ്റെ ഒരു ആൻസർ. സോ ഇതിൽ നിങ്ങൾ കമന്റ് ഇട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് മറ്റേ വീഡിയോയിലുണ്ട്, അതിൽ പോയി കണ്ടാൽ മതി. ലോജിക്കായിട്ട് ചിന്തിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പഴയ സ്പ്ലെൻഡർ, പുതിയ വണ്ടി ഉണ്ടെങ്കിലും പഴയ വണ്ടി മേടിച്ച് പണിയുന്നവരുണ്ട്. നമ്മൾ RX-100, പിന്നെ ബുള്ളറ്റ്, ചേതക്ക്, ഇപ്പൊ കാറിന്റെ സെക്ഷനിലോട്ട് പോയ അംബാസഡർ, ഈ പഴയ നമ്മളെ ഒമിനി 800, ഇങ്ങനത്തെ വണ്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ തുച്ഛമായ പൈസക്ക് വണ്ടി മേടിച്ചിട്ട് ഒരു പുതിയ വണ്ടി മേടിക്കുന്ന പൈസക്കാണ് ഓരോരുത്തർ പണം നടക്കുന്നത്. അതെ, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിക്ക് ഒരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എത്ര ആയാലും ഉണ്ട്. പഴയ വണ്ടിക്കും അതിന്റെ പാർട്സിനും ഒരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മേ ബി അവർ റീസ്റ്റോർ ചെയ്യാൻ നിർത്തുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇപ്പോൾ RX-100ന്റെയും ബുള്ളറ്റിന്റെയും കാര്യം പറഞ്ഞു, ഈ സ്പ്ലെൻഡറിന്റെ കാര്യം പറഞ്ഞു, ഇത് 89 മോഡൽ വണ്ടിയാണ്. അതെ. അപ്പം ആ ഒരു 80s 90s കാലഘട്ടത്തിലുള്ള ഈ സ്പ്ലെൻഡർ, RX-100, ബുള്ളറ്റിന്റെ കേസ് പറയുന്നത്, ഈ ഇത്തരം വണ്ടികൾ മാത്രമേ നിലനിന്ന് വരുന്നുള്ളൂ. അതിന്റെ കൂടെയുള്ള വണ്ടികളൊക്കെ മൺമറഞ്ഞു പോയി, കാണാനില്ല, വളരെ തുച്ഛമാണ്, കാണാനില്ല, സ്പെയർ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ഇതുപോലത്തെ വണ്ടി ഭ്രാന്തന്മാരുള്ളതുകൊണ്ടും ആ വണ്ടിക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്തെടുക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ സ്പെയർ എല്ലാം കൂടെ എത്ര രൂപയായിട്ടുണ്ട്? സ്പെയർ ഏതാണ്ട് 20 രൂപയ്ക്ക് മുകളിലായിട്ടുണ്ട്. 20 രൂപയ്ക്ക് മുകളിൽ. ഓക്കെ, അത്ര ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. അതായത് സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ വണ്ടിയുടെ പാർട്സിന് വില കൂടുതലാണ്. പഴയ മോഡൽ വണ്ടിയുടെ പാർട്സ് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. അതിന്റെ ഒരു വ്യത്യാസം വരും. ഇത്രയും സാധനം നമ്മൾ പുതിയ മോഡൽ യൂസ് ചെയ്യ വണ്ടിക്ക് മാറിയിരുന്നെങ്കിൽ 35 അബവ് പോയിന്. അതെ. അപ്പോൾ എന്തായാലും 14 രൂപ നമുക്ക് പെയിന്റിങ്ങിനും,
22 രൂപ സ്പെയർ 22 രൂപ സ്പെയർ പാർട്സിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ബഫിങ്, പ്ലേറ്റിങ്. പ്ലേറ്റിങ്ങിന് ഏതാണ്ട് 17 സംതിങ് ആയിട്ട്. 17. നമ്മൾ എഞ്ചിൻ പാർട്സ് ഒക്കെ പ്ലേറ്റ് ചെയ്ത് കസ്റ്റമർ പ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പ്ലേറ്റ് ചെയ്തു. ക്രാങ്ക് കേസ് നമ്മൾ ബഫ് ചെയ്യാണ് ചെയ്തത്. ബഫ് നമ്മുടെ മറ്റേ പുള്ളി തന്നെയാണ് ചെയ്തത്? അല്ല, ഇത് നമ്മൾ ഉമേനല്ലൂർ കൊട്ടി കൊടുത്തു. അവിടെ കൊടുത്താണ് ചെയ്തത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ലൈൻ വരച്ചത് തിരുമലയാണ് ചെയ്തത്. ഓക്കെ. ഈ തിരുമല എവിടെയാണ് ഇത് ചെയ്യുന്നത് അറിയാമോ? ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ ഫോൺ വഴിയുള്ള കോൺടാക്ട് ഉള്ളൂ, നേരിട്ട് പോയിട്ടില്ല. കാരണം നമ്മളെ തിരക്ക് കാരണം ആരൊക്കെയോ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരേഷ് എന്നാണ് തോന്നുന്നുണ്ട് പുള്ളിയുടെ. സുരേഷ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇന്നും ഇപ്പോൾ ഒരു വണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതിൽ നമ്മൾ എഞ്ചിനും പണിതിട്ടുണ്ട്. മുന്നേ ഇട്ട പല വീഡിയോകളിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിലൊന്നും എഞ്ചിൻ നമ്മൾ പണിതിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പണിയാത്ത വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കേണ്ട ആവശ്യം ഓൾറെഡി വണ്ടിയുടെ സൗണ്ട് എന്താണോ അത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാറുള്ളത്. ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കും. ഇത് എഞ്ചിൻ ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. അതായത് നമ്മൾ ഫുള്ള് പൊളിച്ച് പീസാക്കി ലേത്തിൽ കൊണ്ടുപോയി ക്രാങ്ക് വെയിറ്റ് കൂട്ടി സിലിണ്ടർ പണിതു, ഹെഡ് പണിതു, വാൽവിംഗ് ഗേഡ് മാറി, പിന്നെ അത് കഴിഞ്ഞ് ക്യാമ്പിയിൽ പുതിയതിട്ടു, പിന്നെ അത് കഴിഞ്ഞ് ടാപ്പറ്റ് വാൽവ്, പുഷ് റോഡ്, എല്ലാം എന്തൊക്കെയുണ്ടോ ഗിയർ ബോക്സ് ഒഴിച്ച് ബാക്കി വണ്ടി കംപ്ലീറ്റ് ഫുള്ളായിട്ട് പണം റെഡിയാക്കിയിട്ടുണ്ട്. പുതിയ വണ്ടി പോലെ തന്നെ കൊണ്ടു നടക്കാം. ഏതാണ്ട് പഴയ മോഡലിൻ്റെ എഞ്ചിൻ ഫുള്ള് പൊളിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലെയ്ത്തിലെ പൈസ തന്നെ അറൗണ്ട് 23-24 രൂപ വരും. ഇത്രയും, അതായത് ഫുള്ള് എല്ലാം മാറി ചെയ്ത് വരുമ്പോൾ നമുക്ക് അല്ലാതെ 15 രൂപയ്ക്കും 17 രൂപയ്ക്കും 19 രൂപയ്ക്കും പണിയുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ കൊടുക്കുന്നത് കൊല്ലത്താണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ പണിക്കൂലി എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ പണിക്കൂലി 10 തന്നെയാണ് മേടിച്ചത്. വണ്ടി ഫുള്ള് പൊളിച്ച് കൊണ്ടുവന്നതിന് 10,000 രൂപ മേടിക്കും. പഴയ മോഡൽ വണ്ടിയിൽ എഞ്ചിൻ സെറ്റ് ചെയ്യണതിന് പൊളിക്കുമ്പം അതിന്റെ കൂടെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് 6,000 രൂപ പണി. 16 രൂപ ഇതിന് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എഞ്ചിൻ സൈഡ് മാത്രം അറൗണ്ട് ഒരു 31-32 രൂപ ഈ വണ്ടിക്ക് ആയിട്ടുണ്ട്. അതായത് എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് 1,03,410 രൂപ. 1,03,410 രൂപയാണ് ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു വണ്ടിയുടെ ആ ഒരു ലുക്കിലേക്ക് എത്താനായിട്ട്. ഏറ്റവും വലിയൊരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്ന വണ്ടിയാണ്. നമ്മളിവിടെ അടുത്തുള്ള ഒരു 5-6 കിലോമീറ്റർ. പുള്ളി എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞത് നേരത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് പണിതു. പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. പക്ഷെ പുള്ളിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളിക്ക് സംസാരിക്കാൻ ഇതില്ല. അങ്ങനെ നമ്മൾ വീഡിയോ കണ്ടു. പുള്ളിയുടെ വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചതിന് എടുത്ത് പുള്ളി വന്ന ഒറ്റ ഡയലോഗ് വിളിച്ചു, ഇതിനെ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ, പൈസ ഒന്നും പ്രശ്നമല്ല, എനിക്ക് തന്നെ വിശ്വാസമാണ്, എനിക്ക് വണ്ടി ഓക്കെ ആയിരിക്കാം. ഞാൻ പോയി അവിടെ നിന്ന് വണ്ടി എടുത്തു. അതിനിടയ്ക്ക് പുള്ളി ലീവിന് വന്നു, വർക്ക്ഷോപ്പിലൊക്കെ വന്നു. പുള്ളി ആ സമയത്ത് പുള്ളി തന്നെയാണ് കളർ സെലക്ട് ചെയ്തത്. പുള്ളി തിരിച്ചു പോയിട്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇന്നലെ വർക്ക് കഴിഞ്ഞു രാത്രി ഞാൻ വന്ന് പുള്ളിക്ക് ബില്ല് അയച്ചു കൊടുത്തു. ചേട്ടാ ഇന്ന രൂപ ഇത്ര രൂപ. പുള്ളി എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഞാൻ ബില്ല് അയച്ചു, ഒരു 5 മിനിറ്റിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ അന്തം വിട്ടുപോയി. അതായത് ഓരോരുത്തർക്കും നമ്മുടെ അടുത്തുള്ള വിശ്വാസം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം കേട്ടാ. എന്തായാലും ഇവിടെ വെച്ചിട്ടുള്ളത് കേൾപ്പിച്ചു തരാം. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു 2-3 സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമായിരുന്നു, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാണ് സൗണ്ട് കേൾപ്പിക്കാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിയാൻ വേണ്ടിയാണ്. കൂടാതെ എന്താ പറയുക, ചിലർ പറയുന്നുണ്ട് വണ്ടി നമ്മൾ കെട്ടി തൂക്കി ഇറക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാം. അപ്പോൾ 1,03,410 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ആ ഒരു ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ, ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ജസ്റ്റ് ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ ഷിജിൻ്റെ നമ്പർ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റയിലായിക്കോട്ടെ FBയിലായിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ഇടുന്നതിലൊക്കെ തന്നെ ഞാൻ ഷിജിൻ്റെയും ടാഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇനി അതല്ല ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജ് അയച്ചാലും റെസ്പോണ്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് തിരക്കുകളുണ്ടെങ്കിൽ ഡിലേ ആവും അല്ലേ? ആ ഒരു അതായത് മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 2 മാസം ടൈം, 1.5-2 മാസമാണ്. ഇപ്പം നമുക്ക് അത് പോരാ, ഒരു 3 മാസം ടൈമെങ്കിലും വേണം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ സെയിം സ്ഥലത്ത് തന്നെയാണ് പെയിന്റിങ്ങിനും പ്ലാറ്റിനും കൊടുക്കുന്നത്. സീനിയോറിറ്റി അനുസരിച്ച് വണ്ടി ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഡിലേ വരും. വേറെ സ്ഥലങ്ങളിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ അവരെ വർക്ക് വരത്തില്ല. അപ്പോൾ ഇത് പ്ലാറ്റിങ് മോശമായാലും പെയിന്റിങ് മോശമായാലും ബഫിങ് മോശമായാലും ലെയ്ത്തിൽ ഇപ്പൊ എന്ത് സംഭവിച്ചാലും അവസാനം മെക്കാനിക്കിനാണ് വരുന്നത്, ഉറപ്പാണ് 100%. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും ഇതായിട്ടുള്ള സ്ഥലത്താണ് കൊടുക്കാറുള്ളത്. അപ്പൊ എന്തായാലും 2 മാസം എന്നുള്ളത് ഒരു 3 മാസം
ചെറിയൊരു ഡിലേ ആണ്. പൊതുവേ നോർമലി നിങ്ങളിപ്പോൾ റീസ്റ്റോറേഷൻ എവിടെ ചോദിച്ചാലും ഇതേപോലെ പറയും, 6 മാസമൊക്കെ ഇരിക്കും പറയുന്നത് അല്ലേ? ഞാൻ മുന്നേ 1 മാസത്തിന് വണ്ടി ഇറക്കി കൊടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരക്ക് കാരണം പറ്റുന്നില്ല. പിന്നെ മെയിൻലി ഇപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ ഒരു വണ്ടി കൊണ്ടുവന്നു, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വണ്ടി ഫുള്ള് പൊളിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള പണികളുണ്ട്, ഇത് കയറി വരുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന വണ്ടികൾ നീങ്ങി പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളായിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുള്ളറ്റിന് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, ഇനി അതല്ല റീസ്റ്റോറേഷനും എന്തിനും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് വിളിക്കുക. ഒരുപാട് പേര് കംപ്ലയിൻറ്റ്സ് അറിയാനായിട്ട് വിളിക്കുന്നുണ്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല, അതൊക്കെ എല്ലാം ഷിജിൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കണ്ട, കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കാനായിട്ട് മറക്കണ്ട. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.